ഹാർഡ് വർക്കിനൊപ്പം സ്മാർട്ട് വർക്കും ഉപയോഗിക്കുന്നവനാണ് യഥാർത്ഥ ബ്യൂറോക്രാറ്റ്. നിങ്ങൾ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ഒരുമിച്ച് തന്നെ കൊണ്ടുപോകണം. ഇവിടെ നിങ്ങൾക്ക് ശാസ്ത്രീയമായി കറക്കിക്കുത്താൻ സ്മാർട്ട് വർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മെത്തഡോളജിയാണ് ആന്റിതീസിസ് പ്രിൻസിപ്പിൾ. കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയിലെ ഈ ചോദ്യം വെച്ച് നമുക്ക് ആ തന്ത്രം എന്താണെന്ന് പഠിക്കാം. ഇനി വരാൻ പോകുന്ന PSC പരീക്ഷകൾക്ക് ഫ്രീ ആയി മാർക്ക് അടിക്കാം. സിവിൽ സർവീസ് പ്രിലിംസ് എക്സാമിനും നിങ്ങൾക്ക് ഈ ടെക്നിക്ക് ഉപയോഗിക്കാം. ഈ ചോദ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിലെ സ്പെഷ്യൽ ടോപ്പിക്സ് നിന്നുള്ള ചോദ്യമാണിത്. രാധാകൃഷ്ണൻ കമ്മീഷൻ അനുസരിച്ച് ഹയർ എഡ്യൂക്കേഷൻ, നമുക്കറിയാം യൂണിവേഴ്സിറ്റി ലെവൽ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷന്റെ ലക്ഷ്യമല്ലാത്തത് ഈ 4 ഓപ്ഷൻസ് ഏതാണെന്നാണ് ചോദ്യം. ഇവിടെ ആന്റിതീസിസ് പ്രിൻസിപ്പിൾ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്റ്റേറ്റ്മെന്റിന്റെ ഓപ്പോസിറ്റ് ശരിയാണോ തെറ്റാണോ നോക്കിയാൽ മതി. ഇതിലെ സ്റ്റേറ്റ്മെന്റ് A നിങ്ങൾ ശ്രദ്ധിച്ചോ? ഹയർ എഡ്യൂക്കേഷൻ വഴി മഹാന്മാരായിട്ടുള്ള വ്യക്തികൾ, രാഷ്ട്രീയത്തിലും മറ്റ് മേഖലകളിലും കോൺട്രിബ്യൂഷൻ നൽകുന്ന മഹാന്മാരായിട്ടുള്ള വ്യക്തികളെ സൃഷ്ടിക്കണം എന്നാണ് സ്റ്റേറ്റ്മെന്റ് A. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. രാധാകൃഷ്ണൻ കമ്മീഷൻ പറയുന്നത് ഹയർ എഡ്യൂക്കേഷനിൽ കൂടെ മഹാന്മാരായിട്ടുള്ള മനുഷ്യന്മാരെ സൃഷ്ടിക്കണ്ട എന്നാണെന്ന് വെക്കുക. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാവാൻ സാധ്യതയുണ്ടോ? ഒരു എഡ്യൂക്കേഷൻ സംബന്ധിച്ച ഒരു കമ്മീഷൻ വരുമ്പോൾ അവർ ഇങ്ങനെ പറയാൻ സാധ്യതയുണ്ടോ? B സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഹയർ എഡ്യൂക്കേഷനിൽ കൂടെ രാധാകൃഷ്ണൻ കമ്മീഷൻ സമൂഹത്തില് സമാധാനം, പീസ്, ഹാർമണി, ഡെമോക്രാറ്റിക് വാല്യൂസ് ഒക്കെ കൊണ്ടുവരണമെന്നാണ് B സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പൊ അത് ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്തേ. അതായത് രാധാകൃഷ്ണൻ കമ്മീഷൻ പറയുന്നത് ഹയർ എഡ്യൂക്കേഷനിൽ കൂടെ ഡെമോക്രാറ്റിക് വാല്യൂസോ മറ്റൊന്നും കൊണ്ടുവരണ്ട എന്നാണ്. അതൊരു കല്ലുകടിയുള്ള തെറ്റായിട്ടൊരു ചിന്താഗതിയല്ലേ? സോ സ്റ്റേറ്റ്മെന്റ് ബിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒരു ബ്ലണ്ടർ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് B കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കിയൂടെ? ഈ ടെസ്റ്റ് ഉപയോഗിക്കുമ്പോൾ Aയും Bയും ശരിയായ സ്റ്റേറ്റ്മെന്റ്സ് ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ബിക്കോസ് Aയുടെയും Bയുടെയും ആന്റിതീസിസ് ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് തെറ്റാണ്. Cയും Dയും ആണ് ഇനി ബാക്കിയുള്ളത് അല്ലെ? അപ്പൊ കോമൺ സെൻസ് വെച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഹയർ എഡ്യൂക്കേഷനെ സംബന്ധിക്കുന്ന ഒരു കമ്മീഷൻ വരുമ്പോൾ അവര് സെക്കൻഡറി എഡ്യൂക്കേഷൻ തൊട്ട് താഴെ സെക്കൻഡറി എഡ്യൂക്കേഷൻ റിഫോർമേഷനെ പറ്റി ആണോ ചർച്ച ചെയ്യാൻ സാധ്യത, അതോ ഹയർ എഡ്യൂക്കേഷൻ ഉൾപ്പെടുന്ന രീതിയിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇന്റഗ്രേറ്റ് ചെയ്യണമെന്നാണോ പറയാൻ സാധ്യത? ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്തിനാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ റിഫോമിനെ പറ്റി ഇത്ര ആലോചിച്ച് ബേജാറാവേണ്ടത്? Cയും Dയും കമ്പയർ ചെയ്യുമ്പോൾ തമ്മിൽ ഭേദപ്പെട്ട ഓപ്ഷൻ D അല്ലേ? കാര്യം D ഓപ്ഷണൽ അല്ലേ? ഹയർ എഡ്യൂക്കേഷൻ എന്നൊരു കീവേഡ് പിന്നെയും കടന്നു വരുന്നത്. അപ്പോൾ ഇതിന്റെ ഉത്തരം D ആണ്. ഇത്തരം ടെക്നിക്കുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 10 ക്വസ്റ്റ്യൻസിനകത്ത് 7 ശരിയാവും, 3 തെറ്റും. എല്ലാ ചോദ്യങ്ങളും ശരിയാക്കാൻ ഒക്കില്ല. പക്ഷെ അഗ്രിഗേറ്റ് നമ്മുടെ മാർക്ക് കൂടും, റാങ്കും കൂടും. അതാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. ഇതാണ് സയന്റിഫിക് ആയി ഉത്തരം കണ്ടെത്തേണ്ട രീതി. ഇത്തരത്തിൽ ടെക്നിക്കുകളും അതിനോടൊപ്പം ഓരോ ടോപ്പിക്കിലുമുള്ള ആഴത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ അഫോർഡബിൾ ബാച്ചസിലേക്ക് വരാവുന്നതാണ്. സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും. ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം. നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് മാത്രമായിരിക്കും ഇനിയുള്ള വീഡിയോസ് ചെയ്യുന്നത്.